ചക്കേനോടുള്ള അമിത ആക്രാന്തം കാരണേ 5 കൊല്ലമായിട്ട് ചെയ്യാൻ പറ്റാതിരുന്നൊരു കാര്യം ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ്. പക്ഷെ എന്താ അല്ലേ, 5 കൊല്ലമായിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉം, എന്തായാലും ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഈ ചക്ക അങ്ങനെ നമ്മുടെ നാട്ടിൽ അധികം സുലഭമായി കിട്ടാത്തതുകൊണ്ട് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും അത് വെച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതെന്തോ അതിനോട് ചെയ്യുന്ന ഭയങ്കര ഒരു ക്രൂരതയായിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ആൻറ്റിയുടെ വീട്ടിലാണ്. ഇവിടെ ആണെങ്കിൽ എവിടെ തിരിഞ്ഞാലും ചക്കമരമാണ്, അല്ല സോറി, പ്ലാവാണ്. എന്നെ പോലെ തന്നെ ചക്കനോട് ഇത്രയും ഇഷ്ടമുള്ള ചക്ക കൊതിയന്മാരും കൊതിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്തായാലും വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഓഫ് കോഴ്സ് ചക്ക കേക്കാണ്. കുറേ ആയി വിചാരിക്കുന്നു, പക്ഷെ പറ്റിയിട്ടില്ല. ഇവിടെ പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള യാതൊരു ടൂൾസും ഇല്ല. മെഷറിംഗ് കപ്പോ മെഷറിംഗ് സ്പൂണോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു കൈക്കണക്കിനാണ് എല്ലാം ചെയ്യുന്നത്. കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ കേക്കുകളും, അതായത് ജാക്ക് ഫ്രൂട്ട് കേക്ക്, ക്യാരറ്റ് കേക്ക്, പ്ലം കേക്ക്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഏകദേശം 2 ദിവസമെങ്കിലും റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വെച്ചാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും കേക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല മോയിസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചക്കയുടെ ഫ്ലേവറൊക്കെ നന്നായി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചക്ക കേക്ക് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്.